വെൽക്കം ബാക്ക് ടു റീരീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇനി ഞാൻ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്ത് കാണിച്ചു തരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചിക്കൻ പറാത്ത റോളാണ്. അപ്പോൾ ഇതെങ്ങനെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായി കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പറാത്ത റോൾ എങ്ങനെ പ്രിപ്പയർ ചെയ്യുന്നതെന്ന് നമുക്ക് പെട്ടെന്ന് നോക്കാം. ഇത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ഞാനിവിടെ ഒരു 500 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ചിക്കൻ ഇതേപോലെ ചെറിയ പീസായിട്ട് ആണ് ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 കപ്പ് അളവിൽ തൈര്, നല്ല കട്ട തൈരാണ്, അത് ചേർത്ത് കൊടുക്കുകയാണ്. 1/2 കപ്പ് അളവിലാണ് തൈര് എടുത്തത്. ഇതിലേക്ക് ഞാനൊരു 1 ടേബിൾ സ്പൂൺ അളവിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ നമ്മുടെ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ടീസ്പൂൺ അളവിൽ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ ഒരു നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ ഞാനിവിടെ റെഡ് ചില്ലി ഫ്ലേക്സ് എടുത്തിട്ടുണ്ട്, ഇത് ചേർത്ത് കൊടുക്കുകയാണ്. ഈ റെഡ് ചില്ലി ഫ്ലേക്സ് ഇല്ലെങ്കിൽ നമ്മുടെ ഉണക്കമുളക് ഉണ്ടെങ്കിൽ അത് പൊടിച്ചെടുത്താൽ മതി. നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ലായിരുന്നു, നമുക്കപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഞാൻ 1 ടീസ്പൂൺ അളവിൽ ഗരം മസാലപ്പൊടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാനൊരു 1/4 ടീസ്പൂൺ അളവിൽ ചെറുജീരകം ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ഞാനൊരു പകുതി നാരങ്ങയുടെ നീരും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. എന്നിട്ട് നമുക്കിതൊരു അല്പനേരം മാരിനേറ്റ് ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് നല്ലപോലെ എല്ലാം മിക്സ് ചെയ്തെടുക്കാം. ഞാൻ ഇതിലേക്ക് 1 ടീസ്പൂൺ അളവിൽ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്, അല്പം കളർ കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ നേരത്തെ ചേർത്ത് കൊടുത്തത് എരിവുള്ള മുളക് പൊടിയായിരുന്നു. കാശ്മീരി ചില്ലി പൗഡറും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന ഉപ്പിൻ്റെയൊക്കെ അളവ് കറക്റ്റാണോ എന്ന് നോക്കണം. എരിവൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഈ സമയം കുരുമുളക് പൊടിയോ അല്ലെങ്കിൽ മുളക് പൊടിയോ ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ നമ്മൾ ചിക്കനെല്ലാം മാരിനേറ്റ് നമുക്കൊരു 30 മിനിറ്റ് അല്ലെങ്കിൽ 40 മിനിറ്റ് നേരം നമുക്കിത് വയ്ക്കാം. ഞാനിതിൽ അല്പം നേരം ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവുകയാണ്. ഫ്രിഡ്ജിൽ വെച്ച് നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിൽ മസാലയെല്ലാം പിടിച്ച് കിട്ടിക്കോളും. ഈ സമയം നമുക്കിതിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 1/2 കപ്പ് അളവിൽ ക്യാബേജ് ഇതേപോലെ നീളത്തിൽ അരിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഞാനിവിടെ നീളത്തിൽ അരിഞ്ഞ ക്യാപ്സിക്കം ചേർത്ത് കൊടുക്കുകയാണ്. ഞാനിവിടെ 1 ക്യാപ്സിക്കമാണ് എടുത്തത്. ഇനി അടുത്തതായിട്ട് ഞാനിവിടെ 2 ടൊമാറ്റോസ് എടുത്തിട്ടുണ്ട്. 2 ടൊമാറ്റോസ് ഇതേപോലെ എൻ്റെ സീഡ്സ് എടുക്കാതെ നീളത്തിൽ അരിഞ്ഞതാണ്. അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലേക്ക് ഇവിടെ ഒരു 2 മീഡിയം സൈസ് സവാള ഇതേപോലെ നീളത്തിൽ അരിഞ്ഞത് അത് ചേർത്ത് കൊടുക്കുകയാണ്. ഇതിലേക്ക് ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ ഞാനിവിടെ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. ഇനി നമുക്കിതെല്ലാം നല്ലപോലെ കൈയും കൊണ്ടൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. ഉപ്പെല്ലാം എല്ലാ ഭാഗത്തും നമ്മുടെ വെജീസിൻ്റെ എല്ലാ ഭാഗത്തും ഉപ്പൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്കിതൊന്ന് മിക്സ് ചെയ്ത് എടുക്കാം. അങ്ങനെ നമ്മുടെ വെജിറ്റബിൾസ് എല്ലാം ഫില്ലിങ്ങിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസ് എല്ലാം ഇവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞിട്ടുണ്ട്. പാൻ വെച്ചിട്ടുണ്ട്. പാനിൽ ഒരല്പം എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ്. നമുക്കിനി നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്ത് എടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുകയാണ്. നമുക്കിനി ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് അടച്ച് വെച്ചിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ മസാലയെല്ലാം നല്ലപോലെ ഒന്ന് കുക്കാക്കി കിട്ടിക്കോളും. നമ്മുടെ ചിക്കനൊക്കെ നല്ലപോലെ ഒന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ നമുക്കൊരു അല്പം നേരം ഇത് അടച്ച് വെച്ച് കുക്ക് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ പ്രിപ്പയർ ആയി വന്നിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ ഗ്രേവി എല്ലാം മാറി നല്ല തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട് കേട്ടോ. ഇത് മസാല ഒരു പ്രത്യേക മസാല, ടിക്ക മസാലയുടെ കൂട്ടാണിത്. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം ഞാനിവിടെ ചപ്പാത്തിയെല്ലാം നമ്മൾ റോൾ ചെയ്യാനുള്ള ചപ്പാത്തിയെല്ലാം ഞാൻ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിനി സ്റ്റൗ ഒന്ന് ഓഫ് ചെയ്ത് മാറ്റാം. നമ്മുടെ ചിക്കൻ്റെ ഗ്രേവി എല്ലാം ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. നമുക്കിനി സ്റ്റൗ ഓഫ് ചെയ്യാം. ഞാനിവിടെ വൈറ്റ് സോസ് ഇവിടെ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു.
അപ്പം വൈറ്റ് സോസിൻ്റെ റെസിപ്പി ഞാൻ ഒരു ബ്രെഡ് പിസ്സ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിലുണ്ട് വൈറ്റ് സോസിൻ്റെ റെസിപ്പി. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർക്ക് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് ഇട്ട് കൊടുത്തുതരാം. അപ്പോൾ അതിലേക്ക് ഞാനൊരല്പം ബ്ലാക്ക് പെപ്പർ ചേർത്ത് കൊടുക്കുകയാണ്, പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ് ഞാൻ. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ റോള് തയ്യാറാക്കാൻ വേണ്ടിയിട്ട്, റോൾ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ചപ്പാത്തീസ് എല്ലാം ഞാനിവിടെ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ പെപ്പർ പൗഡർ ഒരു 1/4 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ആദ്യമേ നമ്മുടെ ചപ്പാത്തി എടുക്കൂ. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ഈ ചപ്പാത്തിയുടെ മുകളിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന വൈറ്റ് സോസ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനപ്പോൾ ഇതിൻ്റെ മുകളിലേക്ക് ഒരല്പം ജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ചെറുജീരകം പൊടിച്ചത് ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിൻ്റെ മുകളിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ്റെ മിക്സ് നമുക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ വെജിറ്റബിൾ സാലഡ് നമുക്ക് വെച്ച് കൊടുക്കാം. എന്നിട്ട് വേണം നമ്മൾ റോൾ ചെയ്ത് എടുക്കാനായിട്ട്. ഞാനിവിടെ നമുക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾസൊക്കെ യൂസ് ചെയ്യാം കേട്ടോ. ഇതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ക്യാബേജും ഒണിയനും ക്യാപ്സിക്കവും ടൊമാറ്റോസൊക്കെയാണ് ചേർത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ വേറെ വെജിറ്റബിൾസ്, ഇപ്പോൾ സ്വീറ്റ് കോണൊക്കെ ചേർക്കണമെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ വെജിറ്റബിൾസ് എല്ലാം നല്ലപോലെ ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിത് റോൾ ചെയ്തെടുക്കാം. നമുക്ക് പതുക്കെ ഇത് റോൾ ചെയ്യാം. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഇതേപോലെ ഞാൻ ബാക്കിയുള്ള ചപ്പാത്തീസ് റോൾ ചെയ്തെടുക്കട്ടെ. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ ചിക്കൻ പറാത്ത റോള് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്തൊക്കെ നോക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള, നല്ല ഹെവി ആയിട്ടുള്ള ഒരു പറാത്ത റോളാണിത്. നല്ല എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റിയതാണ്. നല്ല ടേസ്റ്റാണിത്. അപ്പോൾ വേറൊരു അടിപൊളി റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.